എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റായ ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഇൻസെക്റ്റുകളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറേ ജീവജാലങ്ങളെ പറ്റി പറയുന്നുണ്ട്, അവയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ ലൈഫ് സൈക്കിളിനെ പറ്റിയാണ്. ആരുടെയാണെന്ന് അറിയാവോ? നമ്മുടെ സ്വന്തം ആൻ ലയൺ ലേസ്വിങ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവ മുട്ടയിട്ടിട്ടാണ് പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ചില ജീവികൾ മുട്ടയിട്ടിട്ട് റിപ്രൊഡക്ഷൻ നടത്തും, അല്ലെങ്കിൽ ചിലവരെന്താണ് പ്രസവിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ആൻ ലയൺ ലേസ്വിങ് എന്ന് പറയുന്ന ഈ ഒരു തുമ്പിനെ പോലെ ഇരിക്കുന്ന ഈ ഒരു ജീവി എന്താ ചെയ്യുന്നത്? മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ടാവുന്നത് ഈ ഒരു മാതൃജീവിയോട് ഒരു സാദൃശ്യവും ഇല്ലാത്തൊരു ജീവിയാണ്. നിങ്ങളിവിടെ നോട്ട് ചെയ്താൽ തന്നെ അറിയാം, നമ്മുടെ ആൻ ലയൺ ലേസ്വിങ് അതിൻ്റെ ആ ഒരു ഷേപ്പും സൈസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് മുട്ടയിടുന്നുണ്ട്. പക്ഷെ അത് മുട്ടയിട്ടിട്ട് വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ആരാണ്? നമ്മുടെ ആൻ ലയൺ എന്നറിയപ്പെടുന്ന കുഴിയാനയാണ്. അപ്പോൾ ഈ കുഴിയാനയും നമ്മുടെ ആൻ ലയൺ ലേസ്വിങ്ങും തമ്മിൽ ആ ഒരു രൂപസാദൃശ്യം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ പിന്നീട് ഈ ഒരു ആൻ ലയൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുഴിയാന എന്ന് പറയുന്നത് പിന്നെയും പല പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് പ്യൂപ്പാ സ്റ്റേജിലൂടെ കടന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ളൊരു ജീവിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ലാർവ സ്റ്റേജിലുള്ള കുഴിയാനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ പ്യൂപ്പാ സ്റ്റേജും നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ കേസിലാണ് നമ്മൾ അതിൻ്റെ ലാർവ സ്റ്റേജും പ്യൂപ്പാ സ്റ്റേജും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതും ഇതുപോലെ തന്നെ മുട്ടയിടുന്നുണ്ട്. പക്ഷെ മുട്ടയിട്ടിട്ട് വിരിഞ്ഞുണ്ടാവുന്നത് നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞുങ്ങളല്ല, നേരെ മറിച്ച് പുഴു പോലെയുള്ള ഒരാളാണ്, അല്ലേ? പുഴുക്കളാണ്, ശരിക്കും ഉണ്ടാവുന്നത് പുഴുക്കളാണ്. പിന്നീട് ആ പുഴുവാണ് വിവിധ ഘട്ടങ്ങളിലൂടെ മാറിയിട്ട് നമ്മുടെ പൂമ്പാറ്റ അല്ലെങ്കിൽ മാതൃജീവനോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ആൻ ലയൺ ലേസ്വിങ് എന്ന് പറയുന്ന ഈ ഒരു ജീവിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലൈഫ് സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് രൂപാന്തരണം? ചില ജീവികളിൽ, ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ചില ജീവികളിൽ കേട്ടോ, ചില ജീവികളിൽ മാത്രമേ ഈ ഒരു രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് നടക്കത്തുള്ളൂ. അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമില്ല. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ജീവിനെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം, നമ്മുടെ സ്വന്തം കോക്രോച്ച്. ഓക്കെ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പാറ്റേൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതും മുട്ടയിടുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ടയിട്ട് ഉണ്ടായി വരുന്നതെന്ന് പറയുന്നത് ചില സാദൃശ്യമൊക്കെ മാതൃജീവിയോട് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ നിംഫ് എന്ന് പറയുന്ന ഒരു ലാർവ സ്റ്റേജിലുള്ള ഒരു ജീവിനെയാണ് കാണാൻ പറ്റുന്നത്. ഈ നിംഫ് എന്ന് പറയുന്നത് നമ്മുടെ കോക്രോച്ചിനോട് ഏകദേശം ഒരു സാമ്യമുണ്ട്, അല്ലേ? മാതൃജീവിനോട് ഏകദേശം ഒരു സാമ്യമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ നിംഫാണ് പല പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് നമ്മുടെ മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവിയായിട്ട് മാറുന്നത്. അതായത് ഇവിടെ പ്യൂപ്പാ സ്റ്റേജ് ഇല്ല എന്നാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ നമുക്ക് അവിടെ ലാർവ സ്റ്റേജ് ഉണ്ടായിരുന്നു, പ്യൂപ്പാ സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്യൂപ്പാ സ്റ്റേജ് ഇല്ല, ഒള്ളി ലാർവ സ്റ്റേജ്. അപ്പോൾ ഈ രണ്ട് ജീവികളുടെ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടിലും നമുക്കറിയാം, മുട്ട വിരിഞ്ഞിട്ട് ഉണ്ടാവുന്നത് മാതൃജീവിയോട് സാദൃശ്യമുള്ള ആളല്ല. പക്ഷേ നോർമലി ഇതുപോലെ ധാരാളം ജീവികൾ ഇതുപോലെ മുട്ടയിടുന്നു. അങ്ങനെ മുട്ടയിട്ടിട്ടുണ്ടാവുന്നത് പുഴുക്കളായിട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ ബട്ടർഫ്ലൈൻ്റെ കേസ് ഉൾപ്പെടെ അങ്ങനെ ഉണ്ടാകുന്ന പുഴുക്കൾ ചിലപ്പോൾ ആ ഒരു ചെടിയൊക്കെ തിന്ന് നശിപ്പിച്ച് ധാരാളം ആ ചെടിക്കും ആ ഒരു വിളയ്ക്കും ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷേ ഈ പുഴുക്കൾ ഉള്ളതുകൊണ്ട് ധാരാളം ഫങ്ഷൻസും ഉണ്ട്. അതായത് ധാരാളം ആ പുഴുക്കൾക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ട്. അതായത് നല്ലതും നമുക്ക് കിട്ടുന്നുണ്ട്, ചീത്തയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പുഴുക്കൾ ഉണ്ടാകുന്നതിൻ്റെ നല്ല വശങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ us, they cannot exist without us. അതായത് ഈ പുഴുക്കളെ ആഹാരമാക്കുന്ന കുറേ ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുഴുവില്ലെങ്കിൽ അവർക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അടുത്തത്, ദ ഇൻസെക്ട് ദാറ്റ് ഗ്രോ ഫ്രം us pollinate many flowers. അതായത് ഈ പുഴുവിൽ നിന്നുണ്ടാവുന്ന പൂമ്പാറ്റ അല്ലെങ്കിൽ പ്രാണികൾ ഈ പറയുന്ന പൂക്കളിൽ പരാഗണം നടത്തുന്നത്. വി കീപ് ദ സറൗണ്ടിങ് ക്ലീൻ ബൈ ഈറ്റിംഗ് ഡെഡ് ക്രിയേച്ചർ ആൻഡ് ഫുഡ് വേസ്റ്റ്. ഈ പുഴുക്കളാണ് ഈ ചത്ത ജീവിനെയും ഭക്ഷണാവശിഷ്ടങ്ങളെയൊക്കെ കഴിച്ചിട്ട് പരിസരം വൃത്തിയാക്കുന്നത്. അപ്പോൾ പുഴു കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തത്. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നമ്മുടെ
ചെടിക്കും ഒക്കെ നാശം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ ചെടീനെയും വിളകളെയൊക്കെ തിന്നുന്ന കുറേ പുഴുക്കളെ നിങ്ങൾ ചിലപ്പം പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പുഴുക്കളെ പറ്റിയാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ബട്ടർഫ്ലൈസിൻ്റെ കേസ് തന്നെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കാം. ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് പകൽ സമയത്ത് കാണുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ രാത്രി കാലത്ത് കാണുന്ന ബട്ടർഫ്ലൈസ് പോലുള്ള ജീവികളെയാണ് നമ്മൾ നിശാശലഭങ്ങൾ അല്ലെങ്കിൽ മോത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസിനെ പോലെ അവയ്ക്കത്ര ഭംഗി ഉണ്ടാവത്തില്ല. അതായത് അവയ്ക്കത്ര വർണ്ണ ഭംഗി ഉണ്ടാകാറില്ല. അവയ്ക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത്. ഇതാണ് അവയുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉറുമ്പുകളെ പറ്റി പഠിക്കാം. ഉറുമ്പുകൾ എന്ന് പറയുന്നത് പല കൂട്ടത്തിലായിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഭക്ഷണം തേടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ റിപ്രൊഡക്ഷൻ നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് പടയാളികളെ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഉറുമ്പുകൾ എന്ന് പറയുന്ന കൂട്ടം കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ഉറുമ്പുകളിൽ തന്നെ ചിലർ പറക്കുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്ന ഈ ആൺ പെൺ ഉറുമ്പുകളാണ് അവരുടെ കൂട്ടിൽ നിന്നും പറന്ന് മറ്റൊരു കൂട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ആൺ പെൺ ഉറുമ്പുകളുമായിട്ട് ഇണ ചേർന്നിട്ട് അവർ വേറൊരു പുതിയ കൂടുണ്ടാക്കിയിട്ട് അവരൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിറകുള്ള ഉറുമ്പുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഓർത്തിരിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉഭയജീവികളാണ്. ഉഭയജീവികൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കരയിലും വെള്ളത്തിലും കൂടി ജീവിച്ച് തൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കുന്ന ആ ഒരു നട്ടലിനുള്ള ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ തവള. അപ്പോൾ ഈ തവളയുടെ ജീവിത ചക്രം ഒന്നിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഘട്ടം, അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടറിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവയ്ക്ക് നട്ടലുണ്ട്. അവയെ നമ്മൾ ആംഫീബിയൻസ് എന്നാണ് വിളിക്കുന്നത്. വളർച്ച എത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യുന്നു, കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. അതായത് ആദ്യ സമയത്ത് അവർക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പിന്നീട് വളർച്ച എത്തിയ പിന്നെ അവർ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഉരകങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. റെപ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ഡിഫറെൻറ്റ് സ്പീഷീസുകൾ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കും. അവ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്, ശ്വാസകോശമാണ് കേട്ടോ, ലങ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ മുട്ടയിട്ടിട്ടാണ് സാധാരണഗതിയിൽ അവരുടെ റിപ്രൊഡക്ഷൻ നടത്തുന്നത്. അവരുടെ തൊലിക്കട്ടി കുറച്ച് കൂടുതലായിരിക്കും, അതാണ് കട്ടിയുള്ള പുറന്തോടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതിൻ്റെ കുറച്ച് കുട്ടി പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ കുറച്ച് വിവിധ തരത്തിലുള്ള പാമ്പുകളെ പറ്റി പറയുന്നുണ്ട്. എല്ലാ പാമ്പുകളെ പറ്റി മിസ് ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഒരു 4 പാമ്പുകളെ പറ്റി പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അടിസ്ഥാനത്തിൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി നമ്മുടെ മാമൽസ് ആണ്. മാമൽസ് എന്ന് പറയുന്നത് സസ്തനികളാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്തായിരുന്നു, മുട്ടയിടുന്ന കുറേ ജീവികളെ പറ്റിയായിരുന്നു. പക്ഷെ പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ പാലുമുട്ടി വളർത്തുന്ന ജീവജാലങ്ങളും ഉണ്ട്. അവയാണ് നമ്മൾ മാമൽസ് എന്ന് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. അവയുടെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, അവയ്ക്ക് ചെവിക്കൂടെയുണ്ട്. ഈ ഒരു പ്രത്യേകതകളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയൊന്നും ഇപ്പം കാണാൻ പറ്റുന്നില്ല. അതാണ് ഇവയുടെ പ്രത്യേകത. കാരണം ഇവയ്ക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വളരെ കുറഞ്ഞ സമയം കൂടെ നമ്മൾ അടിപൊളിയായിട്ട് നോക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്നും കൂടി നോക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിലൂടെയും മാരത്തോൺ സീരീസിലൂടെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ റെക്കോർഡിംഗ് സെക്ഷൻസ് ആയിട്ട് മിസ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.